ഈ പടം ഒന്നാമത്തത് സോഷ്യൽ മീഡിയയ്ക്കുള്ള മറുപടിയായിട്ട് എടുക്കേണ്ടവർക്ക് എടുക്കാൻ പറ്റും. സിനിമ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുള്ള ആരോപണങ്ങളൊക്കെ വരുന്നതിന് മുന്നേ 6 മാസം മുന്നേ സിനിമ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുള്ള ഒരു സിനിമയാണത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു ഉത്തരം കൊടുത്ത പോലെയല്ല, പക്ഷെ അതൊരു ഉത്തരമായിട്ട് മാറി എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം എന്താ വെച്ചാൽ അതിനെ കുറേ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചിട്ട് പലരും എന്നെ അക്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും സാറിന്റെ വായിൽ നിന്ന് ഇങ്ങനെ ഒരു വാക്ക് വരും എന്നുള്ളത് ഞങ്ങൾ വിചാരിച്ചില്ല എന്നുള്ള സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവരെല്ലാം വിളിച്ച് സോറി പറയുന്ന ഒരവസ്ഥയിലെത്തി. അപ്പം ഞാൻ പറഞ്ഞു, മക്കളെ, ഇതൊന്നും കണ്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം എടുത്ത പടമല്ല, അതിന് മുന്നുള്ളതാണ്. അപ്പം മേജർ രവി ആരെന്നുള്ളത്, എൻ്റെ സ്റ്റാൻഡ് എന്താണ് എന്നുള്ളത് ഞാൻ അതിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു വിധത്തിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അതിന് ഉത്തരമായിട്ടെന്നുള്ളത് ഞാൻ കൂടിയിട്ട് പറയല്ല, അതൊരു ഉത്തരമായി മാറി. അത് ഒന്നുകൂടെ ബലപ്പെടുത്തി എൻ്റെ സ്റ്റാൻഡ് എന്താണെന്നുള്ളത്. ജാതിക്കും മതത്തിനും ഉപരിയായി, എല്ലാത്തിനും ഉപരിയായിട്ട് ഉള്ളത് മനുഷ്യത്വമാണ് എന്നുള്ളത് ഞാൻ എപ്പോഴും അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അതാണ് ആ പടം. പട്ടാള സിനിമകളിൽ പലരും ചോദിക്കും, നിങ്ങൾക്ക് പട്ടാള സിനിമ മാത്രമേ എടുക്കാൻ അറിയുള്ളൂ എന്നുള്ളത്. അത് ഒരു ക്രിട്ടിക്കൽ ആംഗിളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം. പക്ഷെ അതിനെല്ലാം ഒരു പട്ടാള സിനിമ എന്ന് പറഞ്ഞാലും അതൊരു സിനിമ തന്നെയാണ്. അതിൻ്റെ ഉള്ളൊരു പട്ടാളക്കാരൻ്റെ മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും അവൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡും ആണ് സിനിമകളിൽ കൂടെ കഥാപാത്രമായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നതും. അതുപോലെ തന്നെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളിൽ എങ്ങനെ പട്ടാളക്കാരൻ നിഷ്പക്ഷമായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഇതിനകത്ത് വ്യത്യസ്തത എന്ന് പറയുന്നത് അതാണ്. എല്ലായിടത്തും ടെററിസം കാണിച്ചു. ടെററിസം എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു, അതിന് നമ്മളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം എന്നുള്ളൊരു സന്ദേശത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഇപ്പുറത്ത് ആ ടെററിസം എവിടുന്ന് വരുന്നു എന്നുള്ളത് കാണിച്ചിട്ടുള്ള പഴയ സിനിമകൾക്കെല്ലാം ഒരു ഉത്തരം തന്നെയായിരുന്നു. അത് പാകിസ്ഥാൻ സ്പോൺസേഡ് ആണ്, അല്ലെങ്കിൽ താലിബാൻ സ്പോൺസേഡ് ആണ് എന്നുള്ളത് കാണിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പാകിസ്ഥാനി അടക്കം അനുഭവിക്കുന്ന അവൻ്റെതായിട്ടൊരു അവസ്ഥയും കൂടെ ഈ സിനിമയിൽ കൂടെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ ടെററിസം എന്നുള്ളതിനൊരു ജാതിയും മതവും ഒന്നുമില്ല. അതൊരു ഗ്രൂപ്പ് ആൾക്കാർ അങ്ങനെ ലോകത്തിൽ സമാധാനം കിടത്താൻ വേണ്ടിയിട്ട് പലതും വ്യാഖ്യാനിക്കും. പല ഗ്രന്ഥങ്ങളെയും വ്യാഖ്യാനിച്ച് അതിനെ പിച്ച് ചീന്തി പല കഷ്ണങ്ങളാക്കിയിട്ട് ആണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പൊ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് എന്നുള്ളതിൽ ഉപരിയായിട്ട് ഈ 2 രാജ്യങ്ങളിൽ 2 പട്ടാളക്കാർ കൂടെ ഇതുപോലെ ഒരു സന്ദർഭത്തിൽ കണ്ടുമുട്ടുമ്പോഴും 8 മാസം അവർ ഒരുമിച്ച് താമസിക്കുന്ന സമയത്തും അവരൊരിക്കലും രാഷ്ട്രീയം സംസാരിക്കുന്നില്ല. അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളാണ് സംസാരിക്കുന്നത്. അപ്പം ഒരു സാധാരണക്കാരന്റെ കഥ ഇതിൽ കൂടെ പറഞ്ഞു വന്നപ്പോഴാണ് അതാണ് ആ പടത്തിന്റെ വിജയം എന്ന് പറയാൻ കാരണം. ആ സിനിമ കാണുന്ന ഓരോരുത്തർക്കും തോന്നി, എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ? ഇതല്ലേ, ഈ വിഭജനമല്ലേ ഇതിന്റെ എല്ലാം പ്രശ്നങ്ങൾ? ആ വിഭജനത്തിനെ 1947 മുമ്പേ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു സന്തോഷകരമായ ഒരു ഫീലിംഗ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതാണ് ഇതിനകത്തെ വ്യത്യസ്തത. അപ്പൊ ഇവിടെ വെടിവെപ്പും കൊലപാതകവും അല്ല കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് ശത്രു എന്ന് പറയുന്ന ടെററിസ്റ്റുകളുടെ മുഖം ഞാൻ കാണിച്ചിട്ടില്ല. ബിക്കോസ് അവരെവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു, അതുകൊണ്ടാണ് ഒരു വില്ലനായിട്ട് ഒരുത്തനില്ല. വില്ലൻ ആരാണ്? ടെററിസമാണ് വില്ലൻ. ആ ടെററിസത്തിന് ഫേസ് ഇല്ല, ഒരു വില്ലനായിട്ടുള്ള ഒരു ക്യാരക്ടർ അതിനകത്തില്ല. പക്ഷെ 2 ഇൻഡിവിജ്വൽസിനെയാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ഇന്ത്യക്കാരൻ പട്ടാളക്കാരൻ, ഒരു പാകിസ്ഥാൻ. ആ പട്ടാളക്കാരല്ലാതെ ആ യൂണിഫോം അങ്ങ് എടുത്തങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ അവർ സംസാരിച്ച മുഴുവൻ സാധാരണക്കാരന്റെ പ്രശ്നങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതാണ് ഇതിന്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വിജയം കൈവരിക്കുക എന്ന് പറയുന്നത്, ഞാൻ എന്റെ കൺസെപ്റ്റിൽ എടുക്കുന്ന ഒരു സിനിമയെ ജനങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നതും ജനങ്ങളുടെ കണ്ണു നിറയുന്നതും കാണുന്ന സമയത്ത് എന്താണ്, അത് സങ്കടം കൊണ്ട് കണ്ണു നിറയല്ല, അയ്യോ ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ളൊരു സന്തോഷത്തിനും കൂടെ ആയിരിക്കാം ഒരുപക്ഷെ ആ കണ്ണു നിറഞ്ഞതിന്റെ ഒരു റീസൺ. ഡിഫറൻസ് ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ട് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആയിക്കൂടെ. അത് ഞാനൊരു പട്ടാളക്കാരന്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്ന സമയത്ത് അത് കുറച്ചുകൂടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, വെടിവെപ്പും തോക്കുമായിട്ട് നടക്കുന്ന ഒരുത്തൻ സമാധാനത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയാൻ കാരണം 68 കൊല്ലമായിട്ട് നമ്മൾ യുദ്ധം കൊണ്ടൊന്നും നേടിയിട്ടില്ലല്ലോ. സോ വൈ കാൻ ബി എക്സ്റ്റെൻഡ് എ ഹാൻഡ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളതാണ് ഈ സിനിമയ്ക്കകത്ത് ഞാനെന്നൊരു ഡയറക്ടറുടെ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് മാൻ്റെ കൺസെപ്റ്റ് കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത്. ദാറ്റ് ഈസ് വൈ ദിസ് ഈസ് ഡിഫറെന്റ്. അത് ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങാനോ അല്ലെങ്കിൽ എൻ്റെ ഈ ഡയറക്ഷൻ സൈഡ് മാറ്റി വയ്ക്കാനോ ഒന്നും തീരുമാനിച്ചിട്ടില്ല.
അത് ഒരു തോമസ് ഏട്ടൻ, ഒരു PC തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി അവിടെ കോട്ടയത്ത് പല ജനങ്ങളും 10,000 ആൾക്കാർക്ക് ശാപ്പാട് കൊടുക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു NGO അങ്ങനെയുള്ള ഒരു സംഭവങ്ങളൊന്നും ഇല്ലാതെ ഒരു ഇൻഡിവിജ്വലായിട്ട് നടത്തുന്ന മനുഷ്യ സേവനമാണ് ആ ഒരു ക്യാരക്ടർ. അപ്പൊ ആ ക്യാരക്ടറിനുമുള്ളൊരു സിനിമ ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിന്റെ മുഖച്ഛായയും എന്റെ മുഖച്ഛായയും ഒരുപോലെ ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ മേക്കപ്പെട്ട് നോക്കിയപ്പം അവരെന്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ശരി, അത് നായകൻ എന്നുള്ളതല്ല, അതാ PC തോമസിന്റെ ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. നായകൻ എന്നായിട്ട് പറയുന്ന സമയത്ത് ഇപ്പൊ പലയിടത്തും ഇംഗ്ലീഷ് വേർഡാണ് അതിനകത്ത് ആപ്റ്റ് അല്ലാത്ത ഹീറോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഹീറോയിസം എന്ന് പറയുമ്പോൾ തല്ലും പിടിയും കുത്തും സമൂഹത്തിന് എഗൻസ്റ്റായിട്ട് പുറകെ. ഇത് ആ PC തോമസിന്റെ ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമ. അപ്പൊ അദ്ദേഹം എന്നുള്ളൊരു മനുഷ്യനെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആ സിനിമയുടെ ഒരു സംരംഭം. പിന്നെ സച്ചിയുടെ സിനിമയ്ക്കകത്ത് ഞാൻ അഭിനയിക്കുന്നത് പൃഥ്വിരാജ് സ്റ്റാറായിട്ടുള്ള സച്ചി ഡയറക്ട് ചെയ്യുന്ന പടത്തിനകത്ത് ഐ എം ഡൂയിങ് എ നേവൽ ഓഫീസേഴ്സ് ക്യാരക്ടർ. ദറ്റ്സ് എ സ്മോൾ റോൾ, ബട്ട് എല്ലാവർക്കും അതിന് ലാസ്റ്റ് ഒരു പ്രസക്തിയുള്ളൊരു ക്യാരക്ടർ ആയതുകൊണ്ട് സച്ചി എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു. ഫ്രണ്ട്സ് ആണ്. അപ്പൊ പിന്നെ അവിടെ റിക്വസ്റ്റ് വരുന്ന സമയത്ത് ഞാൻ മതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മതി എന്ന് പറഞ്ഞാൽ ഓക്കേടാ ഞാൻ വന്ന് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ നായകനായിട്ടോ അല്ലെങ്കിൽ അഭിനയിക്കാനായിട്ട് ഇറങ്ങാനോ അങ്ങനെയാണെങ്കിൽ എന്റെ സിനിമയിൽ തന്നെ എല്ലാ സിനിമയിലും അഭിനയിച്ചുകൊണ്ടിരിക്കുക. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ് ബിക്കോസ് ഇനഫ് ഓഫ് റെസ്പോൺസിബിലിറ്റീസ് ഓൺ മൈ ഷോൾഡേഴ്സ്. സോഷ്യലി കമ്മിറ്റഡ് ആയതുകൊണ്ട് ഐ കനോട്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ് തിങ് ഫുൾ ഫ്ലെഡ്ജ്. ബട്ട് യെസ്, ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് ആപ്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യും. അഭിനയിച്ചിട്ട് ഇനി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഓക്കെ, എനിക്കറിയില്ല ഞാൻ എങ്ങനെ അഭിനയിക്കുന്നത്. ഡയറക്ടർ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും എന്നെ വിളിച്ചിരിക്കുന്നത്. ഐ തിങ്ക് ഐ വിൽ ബി ഏബിൾ ടു ഡു ഗുഡ് ജോബ്. ഇത്രയേ ഉള്ളൂ. അല്ലാതെ അഭിനയം നിർത്തിയിട്ട് ഡയറക്ഷൻ നിർത്തിയിട്ട് അഭിനയത്തിലേക്ക് പോവുക എന്നുള്ള അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഓക്കെ, ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ആർ കമ്മിങ് ആൻഡ് സം പീപ്പിൾ റിക്വസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് അതിന് ആപ്റ്റാണെന്ന് തോന്നുകയാണെങ്കിൽ എനിക്കിവിടെ അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ I'll do this kind of characters also. See, മേജർ മഹാദേവൻ എന്നുള്ള വ്യക്തിയിൽ നിന്ന് ഇനി ഞാൻ കാലം കൂടെ എടുത്ത് ചെയ്യാൻ പോകുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ടിക്കറ്റ് 43 എന്നുള്ളൊരു ചാൻസ് എടുത്തത് ടോട്ടലി ഒരു ഡിഫറെന്റ് സ്റ്റൈൽ ഓഫ് ഫിലിം മേക്കിംഗ് ആയതുകൊണ്ട് ഇനി ഒരു സംഭവം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്ട് വേറെ ആരോ എഴുതിയിട്ടുള്ളതാണ്. ഒരു തോമസും മാർട്ടിനും എന്ന് പറഞ്ഞ രണ്ട് പിള്ളേർ എഴുതി കൊണ്ടുവന്ന കഥ. നമുക്ക് അത് ടോട്ടലി ഫിലിം ഓഫ് ഫാമിലി. സോ വൈ? ബിക്കോസ് ഒരു ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു ത്രില്ലറാണത്. ആ ത്രില്ലർ എന്താണെന്നുള്ള ഞാൻ പറയാതിരിക്കുന്നത് ആ സിനിമയുടെ ആ ത്രില്ലാണ് ആ സിനിമ. അപ്പൊ അതുകൊണ്ട് ടോട്ടലി മഹാദേവനായിട്ടായിരിക്കില്ല, അത് വേറൊരു ക്യാരക്ടർ ആയിരിക്കും. പക്ഷെ മേജർ രവിയും കേണൽ മോഹൻലാലും കൂടെ ഇനി ഒന്നിക്കുന്ന ഒരു ഫാമിലി സബ്ജക്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചിന്തിക്കാം കേണൽ മഹാദേവനെ. കാരണം കുറച്ചൊന്നൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വരുമ്പോൾ അതിന്റെ പവർ കുറച്ചുകൂടെ കൂടും. അപ്പൊ അതുകൊണ്ട് ഒന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് വരുന്നതായിരിക്കും ഒരു ഫാമിലി സബ്ജക്ട് ആയിരിക്കും ഡെഫിനറ്റ് ആയിട്ടും. ബിക്കോസ് മഹാദേവൻ എന്നുള്ള ക്യാരക്ടർ മലയാളികളുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അത് കുറെ സിനിമകളിലൂടെ വന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ആ മഹാദേവനെ ഇങ്ങനെ തള്ളിക്കളയാൻ പറ്റാത്തൊരു ക്യാരക്ടർ ആയതുകൊണ്ട് അതും ചിലപ്പോൾ 2 വർഷമോ 3 വർഷമോ 4 വർഷമോ 5 വർഷം കഴിഞ്ഞാലും മഹാദേവന്റെ ഒരു വരവുണ്ടായിരിക്കും. അത് വേറൊരു രീതിയിലൊരു കഥ പറഞ്ഞുണ്ടായിരിക്കും ഡെഫിനറ്റ് ആയിട്ടും. മോഹൻലാൽ യൂണിഫോം വരികയാണെങ്കിൽ ആ മഹാദേവൻ വരണം. അപ്പൊ അത് എന്റെ പുറത്ത് കൊച്ചിനെ ആയിരിക്കും വരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് വി വിൽ കം ബാക്ക്.